സമരം നടക്കുമ്പോഴെല്ലാം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കില്ല എന്നായിരുന്നു കേന്ദ്ര നിലപാട്. പെട്ടെന്ന് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്താണ്? റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തീരുമാനമായത് RSS നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള നിർണായക ചർച്ചയിൽ. RSS കാര്യവാഹ് ദത്താത്രേയ ഹൊസബലെ അടക്കം 5 നേതാക്കളാണ് മോദിയുമായി ചർച്ച നടത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം അമിത്ഷായും JP നദ്ദയും ചർച്ചയിൽ പങ്കെടുത്തു. സമരം അനുനയിപ്പിക്കാനായില്ലെങ്കിൽ രാജി നൽകാനാണ് യോഗത്തിൽ ധാരണയായത്. തിങ്കളാഴ്ച വരെ കാത്തിരിക്കാമെന്നും തീരുമാനിച്ചു. ഇതിന് പിന്നാലെയാണ് സമരക്കാരെ അനുനയിപ്പിക്കാനുള്ള മോദിയുടെ വീഡിയോ സന്ദേശമടക്കമെത്തിയത്. അനുനയ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് എന്ന് മനസ്സിലായതോടെയാണ് നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ പ്രധാൻ രാജിവെച്ചത്. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പെട്ടെന്ന് സംഭവിക്കില്ല എന്നത് വ്യക്തവുമായിരുന്നു. ഏറ്റവും അവസാനം നടന്ന ചർച്ചയിൽ പോലും പ്രധാന്റെ രാജി ഒഴികെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് സർക്കാർ അഭിപ്രായം അനുകൂലമായി രേഖപ്പെടുത്തിയത്. പക്ഷെ അവിടെ നിന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് എത്തും മുൻപ് കൃത്യമായും നമുക്കറിയാം, പ്രധാൻ RSSന് പ്രിയപ്പെട്ടവനാണ്. പ്രധാനമന്ത്രിയും RSSും തമ്മിലുള്ള കൂടിയാലോചനകൾ നടന്നിരുന്നു എന്നതുകൂടി പുറത്തേക്ക് വരികയാണ്. ഉറപ്പായും കൃത്യമായ രഹസ്യ വിവരങ്ങൾ പുറത്തു വരികയാണ്. നേരത്തെ ധർമ്മേന്ദ്ര പ്രധാൻ ഒരിക്കലും രാജിവെക്കില്ല, RSSന് പ്രിയപ്പെട്ടവനായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകില്ല എന്നതായിരുന്നു പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ നിർണായകമായ ചില ചർച്ചകൾ പ്രധാനമന്ത്രിയും RSS നേതാക്കളും തമ്മിൽ നടത്തിയിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തീരുമാനമായത് ഈ നിർണായക ചർച്ചയിലാണ്. RSS സർകാര്യവാഹക് ദത്താത്രേയ ഹൊസബല്ലയാണ് ഈ യോഗത്തിൽ RSSനെ പ്രതിനിധീകരിച്ച് നേതൃത്വം നൽകി പങ്കെടുത്തത്. ഇദ്ദേഹമടക്കം 5 RSS നേതാക്കൾ യോഗത്തിനെത്തി, ഹൊസബല്ല അടക്കം എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിക്കൊപ്പം അമിത്ഷാ ഉണ്ടായിരുന്നു. ഒപ്പം ഈ സമവായ ചർച്ചകളിൽ CJPക്കൊപ്പം ചർച്ചകളിൽ പങ്കെടുത്ത JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഉണ്ടായിരുന്നു. ആ നിലയിൽ ഒരു ഉന്നതതല യോഗം RSSും BJPയും പ്രധാനമന്ത്രിയും തമ്മിൽ നടന്നിരുന്നു എന്നതിന്റെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. ഇത് വ്യാഴാഴ്ചയാണ് ഈ ചർച്ച നടന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ ചർച്ച BJP കാര്യാലയത്തിലോ ഏതെങ്കിലും RSSനോ മറ്റോ കേന്ദ്രങ്ങളിലോ ആയിരുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കാം. രഹസ്യ യോഗമാണ് നടന്നത് എന്ന് നമുക്ക് വാർത്തകൾ ലഭിക്കുന്നു, റിപ്പോർട്ട് ലഭിക്കുന്നു. തിങ്കൾ വരെ കാത്തിരിക്കാനാണ് യോഗത്തിൽ ഉയർന്ന ധാരണ. തിങ്കളാഴ്ച വരെ കാത്തിരിക്കുക, അതിനുശേഷം എന്താണെങ്കിലും രാജിയിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നിരുന്ന ധാരണ. അതുവരെ സമവായ നീക്കങ്ങൾ സജീവമാക്കാനുള്ള നിർദ്ദേശം യോഗത്തിൽ ഉയർന്നിരുന്നു. പലതരം നിർദ്ദേശങ്ങളുണ്ടായി. അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വ്യാഴാഴ്ച രാത്രി യോഗത്തിന് പിന്നാലെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം. ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ യുവാക്കളെ ശാന്തരാക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. അങ്ങനെ ചില നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു. ഈ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങളൊന്നും, ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന് വന്നതോടുകൂടിയാണ് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാതെ കഴിഞ്ഞ ദിവസം തന്നെ, ശനിയാഴ്ച തന്നെ രാജി നൽകാൻ ധർമ്മേന്ദ്ര പ്രധാൻ തീരുമാനിച്ചത് എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്കൊരു സ്കൂപ്പായി ലഭിക്കുന്നത്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. രാജി രാഷ്ട്രപതി അംഗീകരിക്കുകയും പിന്നീട് പ്രഹ്ലാദ് ജോഷിയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പ്രഹ്ലാദ് ജോഷിയുടെ വസതിക്ക് മുന്നിലാണ്. ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ കേന്ദ്രമന്ത്രിയാണ് എന്ന് നമുക്കറിയാം. കർണാടകയിൽ നിന്നുള്ള നേതാവാണ്. അല്പസമയത്തിനകം തന്നെ പ്രഹ്ലാദ് ജോഷി ഇവിടെ നിന്നും ഈ 11 അക്ബർ റോഡ് എന്ന വസതി ഇപ്പോൾ നമ്മുടെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഭക്ഷ്യമന്ത്രി എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്നതുകൂടി എഴുതി, സത്യപ്രതിജ്ഞ എന്നല്ല, ചുമതല ഏറ്റെടുക്കുന്ന നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഡ്യൂക്കേഷൻ മന്ത്രാലയത്തിലേക്ക്, വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് അല്പസമയത്തിനകം പ്രഹ്ലാദ് ജോഷി ഇവിടെ നിന്നും പുറപ്പെടുമെന്ന വാർത്ത ലഭിക്കുന്നുണ്ട്. അക്ബർ റോഡിലെ 11 നമ്പർ വസതിയിലാണ് പ്രഹ്ലാദ് ജോഷി ഇപ്പോഴുള്ളത്. രാജ്യത്തെ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷിയെ ചുമതലയേൽപ്പിച്ചത്. ചുമതല ഏറ്റെടുക്കാനായി അല്പസമയത്തിനകം തന്നെ പ്രഹ്ലാദ് ജോഷി പുറപ്പെടുമെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും RSSന്റെ ഇടപെടൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ നിർണായകമായി എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാധു, ശരി, ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയും RSS സർകാര്യവാഹ് ദത്താത്രേയ ഹൊസബലയും തമ്മിലുള്ള നിർണായകമായ ചർച്ചയ്ക്കൊടുവിലാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനമായത്. ആദ്യം അതൊഴികെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം, തീരുമാനമായില്ല എങ്കിൽ പ്രധാന്റെ രാജി എന്നൊരു തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് ഈ കാര്യങ്ങളൊക്കെ അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കും അല്പസമയത്തിനകം.